വേനൽ കനത്തതോടെ തണുപ്പിന്റെ രുചി തേടി മറൈൻ ഡ്രൈവിന്റെ തണലിലേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ്. ആളുകളുടെ കണ്ണെളുപ്പം ചെന്നെത്താത്ത മറൈൻ ഡ്രൈവിന്റെ ഒരു ഓരത്തുള്ള 3 കടകളെ തേടി കുലുക്കി സർബത്തിന്റെ ആരാധകരെത്തും. അത്രയ്ക്ക് പ്രശസ്തമാണ് ഇവിടുത്തെ ഈ കുലുക്കി സർബത്ത്. സർബത്തിന്റെ കൂട്ടും ഒരു കഷ്ണം ചെറുനാരങ്ങയും ഉണ്ടെങ്കിൽ സംഗതി തയ്യാറാകും. എന്നാൽ പ്രത്യേക രീതിയിലുള്ള ഈ കുലുക്ക് നിർബന്ധം. മറൈൻ ഡ്രൈവിലെ 3 കടകളിലെ ജിതൻ, സനോജ്, ഖമറുദ്ദീൻ എന്നിവരെല്ലാം തന്നെ ഇവിടെ ഈ കുലുക്കി സർബത്ത് മിക്സ് ചെയ്യുന്നതിലെ വിദഗ്ധന്മാരാണ്. കോക്ടെയിൽ മിക്സ് ചെയ്യുന്ന ലാഘവത്തോടെയും സ്റ്റൈലോടെയുമാണ് ഈ കുലുക്കി സർബത്തിന്റെ നിർമ്മാണം. ദിവസം ഒരുപാട് അടിക്കാറുണ്ട്. ഭയങ്കര ക്യൂ ആയിരിക്കും ഇവിടെ. ഇതിനുവേണ്ടി ഉച്ചയുടെ ഒരു 12:30 1 മണിയാകുന്ന ടൈമിൽ ഭയങ്കര ക്യൂ ആയിട്ട് നിൽക്കാറുണ്ട്. പിന്നെ വൈകിട്ടൊന്നും ആയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാവരും നമ്മുടെ നാട്ടിലെ വയസ്സായ കുറച്ച് ആൾക്കാർ 10-20 കൊല്ലമായി തുടങ്ങിയിട്ട്. ഇപ്പൊ ഞങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് 6-7 വർഷമായി സ്ഥിരമായിട്ട് തുടങ്ങി. കുലുക്കി സർബത്തിനെ കുറിച്ച് പറയാൻ ഓരോ കടയിലെയും കച്ചവടക്കാർ തമ്മിൽ മത്സരമാണ്. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ഇത് തുടങ്ങാൻ തന്നെ കാര്യം കുറച്ച് കോളേജ് ചിക്കന്മാരും പിള്ളേരെല്ലാം വരുമായിരുന്നു. ഒരുപാട് പിള്ളേരൊക്കെ വരുമായിരുന്നു. ചേട്ടാ സ്പെഷ്യൽ വേണം, ചേട്ടാ സ്പെഷ്യൽ സർവത്താ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇത് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് 1-2 പേര് പറഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ 5-6 കൊല്ലം നല്ല രസമായിട്ട് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഞങ്ങളുടെ കൂട്ടുന്ന പറഞ്ഞിട്ട് മെയിനായിട്ട് പറയാനായിട്ട് പഞ്ചസാര ഞങ്ങൾ നല്ല രീതിയിൽ ആദ്യം തന്നെ അത് അരിച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് ചൂടാക്കി എടുത്ത് ഞങ്ങളത് പാകപ്പെടുത്തി ഒരു ദിവസം തലേദിവസം തന്നെ കറക്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് കുപ്പികളെല്ലാം നിറച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ എടുക്കാൻ നേരത്തെ ആ ഫസ്റ്റ് ടൈമിൽ ആ കുപ്പികൾ എടുത്തിട്ട് പിന്നെ നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ യഥാർത്ഥ രീതി നല്ല വലിയ നാരങ്ങ ആയിരിക്കും. ഞങ്ങളുടെയൊക്കെ നാരങ്ങ കണ്ടോളൂ, നല്ല വലിയ നാരങ്ങയായിരിക്കും. അത് ഞങ്ങൾ ഷേപ്പായിട്ട് രാവിലെ തന്നെ ചെന്നിട്ട് ഫസ്റ്റ് മാർക്കറ്റിൽ തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അത് മുറിച്ചെടുത്തിട്ട് അത് കഴുകിയും ആദ്യം ചെറുനാരങ്ങ കഴുകി ഞങ്ങൾ വൃത്തിയാക്കി വെക്കും. അതിനുശേഷം ഇത് പകുതി പിഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നീരാവും. അതിനുശേഷം ഈ നാരങ്ങയുടേത് അതോടുകൂടി ഇടും. ഈ കുലുക്കി കൊടുക്കുന്ന സർബത്തിന്റെ രുചിക്ക് പിന്നിൽ എന്താണെന്ന് ആരും ഒന്ന് ആലോചിക്കും. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോഴുള്ള ഒരു ചെറിയ ചവർപ്പ് ഈ കുലുക്കിക്കുണ്ടാവില്ല. വെറും ഐസിട്ട് കുലുക്കിയാൽ തന്നെ പതഞ്ഞു നുരയുന്ന രുചിയോടെ തണുത്ത സർബത്ത് റെഡി. സ്ഥിരം സർബത്ത് കുടിക്കാൻ എത്തുന്നവരിൽ പലരും ഒറ്റവാചകത്തിൽ തന്നെ ഈ കുലുക്കി കലക്കിയെന്ന് പറയും. നല്ല ടേസ്റ്റിയാണ്. ഇവർ നല്ലോണം ചെയ്തുകൊണ്ട് നല്ല പാക്കിയായിട്ട് കിട്ടും സാധനം. എല്ലാ തണുപ്പും എല്ലാ ദിവസവും വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതോടെ കുടിച്ചിട്ട് പോകും. പിന്നെ വരുമ്പോഴും കുടിക്കും.